ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് ഒരിക്കൽ വിളിച്ചു. പിന്നാലെ പ്രേമചന്ദ്രനെ പരനാറി എന്ന് വിളിച്ചു. ഇപ്പോഴിതാ കോന്നിയിൽ LDF യോഗത്തിൽ വെച്ച് സദസ്സിലെ ഒരു ചോദ്യത്തിന് മറുപടിയായി അങ്ങ് വീട്ടിൽ ചെന്ന് ചോദിച്ചാൽ മതിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മറുപടി. ആ മറുപടി വീണ്ടും വിവാദമാകുകയാണ്. ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കുമ്പോഴാണ് സദസ്സിനിടയിൽ നിന്നും ഒരാൾ ഒരു ചോദ്യം ചോദിച്ചത്. ആ ചോദ്യം വീട്ടിൽ പോയി ചോദിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ട് ഒരു ചെറു പുഞ്ചിരിയോടെ മുഖ്യമന്ത്രി തൻ്റെ പ്രസംഗം തുടരുകയും ചെയ്തു. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഒരു പ്രതികരണം വന്നു. CPM വിട്ടുപോയ G. സുധാകരനെ താൻ ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, രാഷ്ട്രീയ ചെറ്റത്തരം എന്നാണ് പറഞ്ഞത്. നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ചെറ്റ എന്നതിലും അപ്പുറം ഒരു വാക്ക് ഉപയോഗിക്കാൻ തൻ്റെ നിഘണ്ടുവിൽ സുധാകരനെതിരെ ഇല്ല എന്ന് കൂടിയായിരുന്നു. ആ പ്രതികരണമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ തിരുത്തിയത്. പിണറായിയുടെ ധാർഷ്ട്യം പല തെരഞ്ഞെടുപ്പുകളിലും CPMന് കനത്ത തലവേദനയായിട്ടുണ്ട്. കൊല്ലം MP പ്രേമചന്ദ്രനെതിരെ നടത്തിയ പരന്നാര് പ്രയോഗം ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇത്തരത്തിൽ G. സുധാകരനെതിരെ ചെറ്റ പ്രയോഗമാണ് പിണറായി കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇതിന് തൊട്ടു പിന്നാലെയാണ് കോന്നിയിലെ പൊതുയോഗത്തിലും അദ്ദേഹം ഇത്തരം ശൈലി താൻ കൈവിട്ടിട്ടില്ല എന്ന് വീണ്ടും തെളിയിച്ചത്. ഇവിടെ ചെറുപുഞ്ചിരിയോടെ വിഷയത്തെ വളരെ ലാഘവമായി കണ്ട് മുഖ്യമന്ത്രി സദസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കാം. പക്ഷേ ഒരു ചോദ്യം അവശേഷിക്കുന്നു. ഒരു മുതിർന്ന രാഷ്ട്രീയ നേതാവ് രാജാക്കന്മാരുടെ സ്വഭാവം കാട്ടാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു? പ്രജകളെ ഒരു കയ്യകലെ നിർത്തുന്നയാളാണ് നമ്മുടെ പഴയ കാലത്തെ രാജാക്കന്മാർ. അവർ ചുരുക്കം വിരലിടാവുന്ന ചിലൊഴിച്ച് ജനകീയരേ ആയിരുന്നില്ല. അവർ അധികാരത്തിൻ്റെ ദന്തഗോപുരത്തിൽ നിന്നും ഒരിക്കലും ഇറങ്ങി വന്നിരുന്നില്ല. മന്ത്രി, വിദൂഷകൻ, ഭൃത്യന്മാർ, ഈ പാളികൾ കഴിഞ്ഞ് മാത്രമായിരുന്നു രാജാവിനെന്നും തൻ്റെ പ്രജകൾ. ഇവിടെയും ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 10 വർഷം കഴിഞ്ഞിട്ടും ഈ മുതിർന്ന CPM നേതാവ് ജനത്തെ ഇത്തരത്തിൽ കണ്ടകറ്റി നിർത്തുന്നത് എന്ത് കാരണത്താലാണ്? ഇതിനു മുമ്പ് മുഖ്യമന്ത്രി കൊമ്പ് കോർത്തത് CPMൽ നിന്നും ഇറങ്ങിപ്പോയി G. സുധാകരനോടായിരുന്നു. സുധാകരൻ കാണിച്ച വഞ്ചനയ്ക്ക് തൻ്റെ നിഘണ്ടുവിൽ ചെറ്റ എന്നതിൽ പകരം മറ്റൊരു വിശേഷണമില്ലെന്ന് ഉറപ്പിച്ചാണ് മുഖ്യമന്ത്രി അന്ന് നിലപാട് പറഞ്ഞത്. അതിന് സുധാകരൻ്റെ മറുപടി അച്ഛനും അമ്മയും ഇട്ട പേരാണ് സുധാകരൻ. അത് മാറ്റി സുധാകുരൻ എന്നുവരെ CPMകാർ വിളിച്ചു. ബഹുമാന്യന് മുഖ്യമന്ത്രി തനിക്ക് പുതിയ പേരുവിട്ട് ചെറ്റ. ഏറ്റവും പാവപ്പെട്ടവർ താമസിക്കുന്ന ചെറ്റപ്പുരയിൽ കഴിയുന്നവരെയാണ് മുഖ്യമന്ത്രി അപമാനിച്ചത്. പോടാ ചെറ്റേ എന്ന് മറ്റൊരു പ്രയോഗമുണ്ട്. പക്ഷേ അത് നാനാർത്ഥങ്ങളുള്ള പ്രയോഗമാണ്. ഭാഷയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കാതെ മുഖ്യമന്ത്രി ഈ പദം പ്രയോഗിച്ചു. പക്ഷേ താനങ്ങനെ പ്രയോഗിക്കാൻ തയ്യാറല്ല എന്നും സുധാകരൻ മറുപടി പറഞ്ഞു. ഇതിന് പ്രതികരണമായിട്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്,